നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യയുടെ അമ്മയോ ഞാൻ? അവളെ പ്രസവിച്ച് വളർത്തിയവൾ. അവളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിക്കൂ. അവള് ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അങ്ങനെ ഞാൻ വാശി പിടിക്കുന്നില്ലല്ലോ മോളെ. നീ വിചാരിച്ചിരിക്കുന്നത് ഒരു വാൽമാക്രയുടെ അത്രയല്ലേ ഉള്ളൂ നീ? എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിരിക്കുന്നു. ആഹാ, സുന്ദരിക്കുട്ടി ഇവിടെ ഇരിക്കുകയാണോ? അതെ, നമുക്കിതങ്ങ് കഴിച്ചാലോ? വാ തുറന്നേ. വേണ്ട, എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. ഏയ്, അങ്ങനങ്ങ് പോവല്ലേ, മോക്ക് വിശക്കില്ലേ? വിശന്നോട്ടെ, എന്നാലും വേണ്ട. മോൾ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ സങ്കടപ്പെട്ട കുഴപ്പമില്ലേ? എത്ര നേരമായി ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അമ്മ പോലും വന്നില്ലല്ലോ. ഇനി എന്നോട് മിണ്ടണ്ട. അവിടെ നിക്കും മോളെ, അമ്മ പറയട്ടെ. അതെ, എന്താണ് അവിടെ? എന്റെ പപ്പിക്കുട്ടി പിണങ്ങിയിരിക്കുക. കഴിക്കില്ലെന്ന് വാശിയാ. ഓ, ആണോ? ആ പ്ലേറ്റിംഗ് തന്നെ എന്റെ പപ്പി മോള് കഴിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ. പപ്പി, നീ അവിടെ ഇരിക്കടി, കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പപ്പിക്കുട്ടി, പപ്സ് വല്യച്ഛന്റെ പൊന്നല്ലേ? എന്റെ പൊന്നിന് വിഷമായോ? എന്നെ സോപ്പിടാൻ നോക്കുക. അത് ശരി. അപ്പൊ പപ്പി മോൾക്ക് വല്യച്ഛനോട് ഇഷ്ടമല്ല എന്നർത്ഥം. എനിക്ക് വല്യച്ഛനെ ഒത്തിരി ഇഷ്ടാ. എന്നാ നമുക്കിത് കഴിച്ചാലോ? വല്യച്ഛനോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ചക്കരക്കുട്ടി വാ തുറക്കും. നോക്കട്ടെ, വാ തുറക്കുമെന്ന്. മിടുക്കി. എങ്ങനെയുണ്ട്? രുചിയുണ്ടാ? കൊള്ളാ? ഇത് വെറും ടേസ്റ്റ് അല്ല, വല്യച്ഛന്റെ സ്നേഹം കൂടി കൂട്ടിയെടുത്തതാ. അതാണ് ഇത്ര ടേസ്റ്റ്. എന്നാ ഞാൻ എന്റെ സ്നേഹം വല്യച്ഛന് തരാം. വാ തുറന്നേ. ഇനി പപ്പിക്കുട്ടിക്ക്. ഇനി ഞാൻ വല്യച്ഛന് തരാം. ഇനി പപ്പിക്കുട്ടി ഇത് മുഴുവനും കഴിച്ചിട്ട് എവിടെ നിന്ന് എണീക്കാവൂ? മുഴുവനോ? ആ, വല്യച്ഛൻ പറയാറില്ല ഇത് കഴിച്ചാലേ വലിയ ആളാവുള്ളൂ എന്ന്. കഴിക്കി. വല്യച്ഛ, എന്താ? വല്യച്ഛന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാ? അതെന്റെ പപ്പി മോളെ. അപ്പൊ ചേച്ചിയമ്മ ഇഷ്ടല്ലേ?
പറ, ഇഷ്ടല്ലേ? ഇഷ്ടമാ. എന്റെ അത്രയും? അതെ. എന്നിട്ടെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തെ? പറ വല്യച്ഛാ, എന്താ കണ്ടുപിടിക്കാത്തേന്ന്? അന്വേഷിച്ചതാ, ഒത്തിരി അന്വേഷിച്ചു, പക്ഷെ കണ്ടു കിട്ടിയില്ല. ചേച്ചിയമ്മയെ കണ്ടുകിട്ടിയാൽ സത്യമ്മ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കുമല്ലേ? സമ്മതിക്കായിരിക്കും. സാരമില്ല, വല്യച്ഛൻ വിഷമിക്കാതെ. ഞാൻ കണ്ടുപിടിച്ചു തരാം ചേച്ചിയമ്മേ. വിഷമിക്കണ്ട കേട്ടോ. അതെങ്ങനെ കണ്ടുപിടിക്കും പപ്പിയോള്? അതൊക്കെ ഉണ്ട്. പറ, വലിയച്ഛൻ കേക്കട്ടെ. അത് സീക്രട്ടാ. ഞാനിപ്പോ വരാമേ. ഇത് കഴിച്ചിട്ട് പോ. വേണ്ട, ഇപ്പൊ വരാം വല്യച്ഛാ. നിന്നെ കൊണ്ടു നടന്ന് ചീത്തയാക്കുന്ന മുഴുവൻ ഇവളാണല്ലോ. ഇതേ സത്യഭാമയുടെ കൊച്ചുമകളാ. നിനക്ക് കണ്ണെത്തിച്ചു നോക്കാവുന്നതിനേക്കാൾ ഉയരത്തിലുള്ളവൾ. എന്താ മോളെ, എന്ത് പറ്റി? എന്താ എന്ത് പറ്റി? എന്തു പറ്റി മോളെ? എന്തു പറ്റിയടി? പനിക്കുന്നുണ്ട്. അയ്യോ, പൊള്ളുന്നുണ്ടല്ലോ. എന്താ പറ്റിയേ? ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റതാ. ഇപ്പതേ ദേഹം തീ പോലെ പൊള്ളുന്നു. ആ സിറപ്പ് എവിടെ വെച്ചേക്കുന്നേ? അതമ്മേ, ആ ടേബിളിന്റെ പുറത്തുണ്ട്. എന്ത് പറ്റിയടി? എന്ത് പറ്റി പൊന്നെ? പോട്ടെ, സമരമില്ല. ഇത് കൊടുക്ക മോളെ. കുടിക്കേ, അമ്മയുടെ പൊന്നല്ലേ, ഇത് കുടിക്കേ. പനി ഇപ്പൊ മാറും. കുടിക്കും മോളെ, കുടിക്ക് ചക്കരേ, പ്ലീസ്. കുടിക്കും. ഇനി മോള് കിടന്നോ. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കുറച്ചു മുമ്പ് വരെ. പിന്നെ ഇപ്പൊ എന്ത് പറ്റിയോ എന്തോ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.